അഴിമതിരഹിതനായ നേതാവാണ് ജി സുധാകരൻ. മികച്ച മന്ത്രിയായിരുന്നു. എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ്. അതിൻ്റെ പേരിൽ ധാരാളം പുലിവാല് പിടിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളെ പുറത്തു നിർത്തി. ഒന്നാം പിണറായി സർക്കാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിരവധി മന്ത്രിമാരുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വലിയ പരാജയമാണെന്ന ആരോപണമോ വിലയിരുത്തലോ ഒക്കെയാണ് പൊതുവേ ഉള്ളത്. മാത്രമല്ല, സുധാകരനെ പോലെ തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കളെ പൂർണ്ണമായി അവഗണിക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ട്. ഈ നേതാക്കളെ തഴഞ്ഞത് ആലപ്പുഴയിൽ CPMൻ്റെ ശക്തി ചോർത്തി എന്ന വിലയിരുത്തലും പൊതുവെയുണ്ട്. മാത്രമല്ല, CPMൽ അവഗണന നേരിടുന്നു എന്ന തോന്നലിൽ കടുത്ത അതൃപ്തിയിലുമാണ് ഈ നേതാക്കൾ. പ്രത്യേകിച്ച് ജി സുധാകരൻ. ഒളിഞ്ഞും തെളിഞ്ഞും തൻ്റെ അതൃപ്തി സുധാകരൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ വലിയ ബോംബുമായി എത്തിയിരിക്കുകയാണ് സുധാകരൻ. സർക്കാരിനെ വിമർശിച്ചും മോദിയെ പുകഴ്ത്തിയുമാണ് സുധാകരൻ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും മോദി ശക്തനായ ഭരണാധികാരിയാണെന്നുമാണ് സുധാകരൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മോദി ശക്തനായ ഭരണാധികാരിയാണ്. BJPയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊലിക്കുന്നില്ല. നേതാവ് ഉണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകാമായിരുന്നു. മത്സരിച്ച് കഷ്ടപ്പെട്ടാണ് സുരേഷ് ഗോപി അധികാരത്തിലെത്തിയത്. ഒരാൾ വിചാരിച്ചാൽ മാത്രം എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല. വീഴ്ച വന്നാൽ പറയണം. എന്തിനാണ് പേടിക്കുന്നത്? ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു. എല്ലാ വകുപ്പുകളും മികച്ചതായിരുന്നു. ആ സർക്കാരിൻ്റെ പേരിലാണ് പുതിയ സർക്കാർ നിലവിൽ വന്നത്. ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു MLAയും പറയുന്നില്ല. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്ക് വിമർശനമുണ്ട്. ഇങ്ങനെയാണ് സുധാകരൻ തുറന്നടിച്ചത്. തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM കോട്ടകളിൽ വിള്ളലുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്ത സ്ഥലങ്ങളിൽ പോലും മൂന്നാമതായി. കായംകുളത്ത് വോട്ട് ചോർന്നു. പുന്നപ്രയിലും വോട്ട് ചോർന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം ചോർച്ച ചരിത്രത്തിൽ ആദ്യമായാണ്. KK ശൈലജ എവിടെ നിന്നാലും ജയിക്കുമെന്ന് ആരാണ് പറഞ്ഞതെന്നും സുധാകരൻ ചോദിച്ചു. അങ്ങനെ പറയുന്നത് മാധ്യമങ്ങളാണെന്നും തനിക്കങ്ങനെ വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനും CPMനും ഏറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ വന്ന ജി സുധാകരൻ്റെ വിമർശനം ഏറെ ചർച്ചയായിരിക്കുകയാണ്.